രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ പദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ശബ്ദം ഒന്ന് കൂട്ടാൻ പറയും നേരെയാക്കാൻ. അപ്പോൾ ഈ ദേഹം എന്താ ചെയ്തു വെച്ചാൽ അർജുനൻ്റെ ഈ ഒരു വലിയ വൈഷമ്യമുള്ള സ്ഥിതി കണ്ടപ്പം പ്രഹസന്നിവ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രഹസന്ന് പുഞ്ചിരിക്കണ മാതിരി. ഈ പുഞ്ചിരിക്കണ മാതിരി എന്ന് പറയുന്നത് എന്താണെന്നാണെങ്കിൽ ഇപ്പോൾ ഈ ഗുരുനാഥനായ ഭഗവാന്റെ ഈ സമയത്തെ ഈ വാക്കുകൾ അല്ലെങ്കിൽ ആ ഭാവം, ആ പുഞ്ചിരിക്കണമെന്നുള്ളത് അർജുനനെ ഒന്ന് ആശ്വസിപ്പിക്കാനും കൂടിയാണ് ഭഗവാന്റെ ആ ഒരു ഭാവം. അതായത് താൻ ഇത്രയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ നമ്മളൊക്കെ എന്താവാനേ ഉള്ളൂ, കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ആശ്വാസ ഭാവം ആണ്. നമ്മൾക്ക് എപ്പോഴും ആദ്യം ഒരാളെ സഹായിക്കാൻ സാധിക്കുക വാക്കുകൊണ്ട് സാധിക്കും. ഈ വാക്കുകൊണ്ട് സാധിക്കുന്നതിൻ്റെ മുൻപ് ഭാവം കൊണ്ടാണ് സാധിക്കുക. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മളൊരു കാര്യത്തിന് ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ മുഖഭാവം നമുക്ക് ആദ്യം നടക്കുന്ന തോന്നണത് എന്ന് തോന്നുക എപ്പോഴാണ്? ആ മുഖഭാവമാണ്, ആ ഭാവമാണ് ഇപ്പോൾ അർജുനൻ്റെ മുമ്പിൽ ആര് കാണിച്ചത്? ഭഗവാൻ പ്രകാശിപ്പിച്ചത്. എന്ന് വെച്ചാൽ എന്താണെന്നാണെങ്കിൽ അർജുനൻ ഇതിലൊന്നും പരിഭ്രമിക്കേണ്ടതില്ല. ഒരു സമ്പ്രദായം ഭഗവാന്റെ ഒരു ഈ മഹിമകൾ പറയുമ്പോൾ എഴുത്തച്ഛൻ ആ ഭാരതത്തിൽ ഈ ഭഗവത്ഗീതയൊക്കെ സംഗ്രഹിക്കുന്ന സമയത്ത് വർത്തമാനത്ത്, അതായത് എന്താണെന്നാണെങ്കിൽ ഇവിടുത്തെ അർജുനോട് പറയണേ, അർജുന നീ എന്തിനാ അതൊക്കെ കേട്ട് പേടിക്കണത്? എഴുത്തച്ഛൻ്റെ വാക്യാണ് കേട്ടോ. അതായത് ആ ഭഗവത്ഗീത മുഴുവനും അദ്ദേഹം നല്ലോണം ധരിച്ചിട്ടാണുള്ളത് അങ്ങനെ തർജ്ജമ ചെയ്തത്. എന്ന് പറയും, കുരുകുലജ ഭയമൊഴിക കുരു സമരമാശു നീ കുണ്ഠനായിട്ടൊല കണ്ടതെല്ലാമഹം. ഈ കുരുകുല മൈക്കോണാണ്. അത് ഓണാവുമ്പോഴേക്ക് പോകുന്നത്. അപ്പോൾ ഈ കുരുകുലജൻ അർജുനനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ടതില്ല. എന്താ കാരണം? ഈ കുരു സമരമാശു നീ യുദ്ധം ചെയ്തോളൂ. കാരണം കുണ്ഠനായിടല, കുണ്ഠതയൊന്നും വേണ്ട, കണ്ടതെല്ലാം അഹം. ഇതൊക്കെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ ഇതൊക്കെ കണ്ട് വെച്ചിട്ട് തന്നെയാണ് പറയണത്, അല്ലാതെ എന്താ പഞ്ഞി ഉണ്ടാവുക, എവിടെയെങ്കിലും ചെന്ന് അറ്റം മുട്ടി പോകുന്നൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയണത്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഭാഷയിലല്ല പറഞ്ഞത് വെച്ചാലും ഈ ആശയാണ് ആര് പറഞ്ഞത്? എഴുത്തച്ഛൻ ആ ഭാരതത്തിൽ അവിടെ പറഞ്ഞത്. അപ്പോൾ ആശ്വസിപ്പിക്കലാണ് അർജുനൻ്റെ ആ ഒരു ഭാവത്തെ ആദ്യം തൻ്റെ ഭാവം കൊണ്ട് ഭഗവാൻ ആശ്വസിപ്പിക്കുന്നതാണ് അവിടെ. ഇപ്പം ഇവിടെ എന്താ വെച്ചാൽ ഈ ഇത്രയും പറഞ്ഞ് നിർത്തിയപ്പോഴാണ് ഇപ്പം ഇവിടെ അർജുനൻ ഈ വിധത്തിൽ ക്ലേശിച്ച് വിഷമിച്ച് തൂഷ്ണീം ബഭൂവ ഒന്നും മിണ്ടാതെ നിന്നു എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാന്റെ ഈ ഒരു ഇത്രയും നേരം അർജുനൻ പറഞ്ഞതായ വാക്യങ്ങളും അർജുനൻ്റെ ആ ഒരു ഭാഷയും ഭാവവും ഒക്കെ കണ്ടിട്ട് ഒന്നാമത്തെ അധ്യായം മുഴുവനും നമ്മൾ കണ്ടതാണ്. ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ്റെ വിഷമങ്ങളൊക്കെ ഇവിടെ അതിനൊന്നും ശങ്കരാചാര്യ സ്വാമികൾ എന്ത് ചെയ്തിട്ടില്ല. വേണ്ട മാഷേ, അല്ലാത്ത ശബ്ദം അതിനൊക്കെ. അപ്പോൾ ഈ അർജുനൻ്റെ ഈ വൈഷമ്യം കണ്ടിട്ട് ഭഗവാൻ അത്രയും നേരം ഒരക്ഷരം മിണ്ട് പറയുകയോ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇത്രയും ഭാഗത്ത് ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമുണ്ടാക്കിയ സമയത്ത് ആ ഭാഷ്യത്തിൽ ഇതൊന്നും ഒന്നാം അധ്യായത്തിനൊരക്ഷരം എന്തായിട്ട് പറഞ്ഞിട്ടുമില്ല, വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ആ ഒന്നാം അധ്യായത്തെ മുഴുവനും കണക്കാക്കിയിട്ട് ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ ഈ ഭാഗത്ത് ലേശം കാര്യങ്ങൾ പറയും.
ഭാഷ്യമായിട്ട് അവിടെ പദാനുപദമൊന്നും വ്യാഖ്യാനിച്ച് പറഞ്ഞില്ല വെച്ചാലും ഇവിടെ പറയും എന്താണ് ഇത്രയും നേരം ഉണ്ടായത്. ഇപ്പോൾ 1-ാം അധ്യായം മുഴുവനും കഴിഞ്ഞു. 2-ാം അധ്യായത്തിലിപ്പം നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ. 2-ാം അധ്യായത്തിലിപ്പം ഭഗവാന്റെ ആ കഥകൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് 10 ശ്ലോകങ്ങൾ ഇവിടെയും പറഞ്ഞു. ഈ 1-ാം അധ്യായം തുടങ്ങി ഈ 2-ാം അധ്യായത്തിൽ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് എന്ന് ഭഗവത്പാദർ പറയണേ. അതാണ് അദ്ദേഹത്തിൻ്റെ വേറെ ഒരു മഹിമ. ശാസ്ത്രാർത്ഥത്തിൻ്റെ ഒരു പ്രകാശനത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവാണ് പറയുന്നത്. ഭഗവത്പാദർ പറയും അത്രത്തു ഇവിടെ അത്രച്ച ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ ഇത്യേതദന്തഃ പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവകാരണപ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥ. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത്. ഗ്രന്ഥ വ്യാഖ്യേയ. ഗ്രന്ഥം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? എത്രയും ഭാഗം ആ പറഞ്ഞ ഭാഗം നോക്കൂ. അത്രച്ച ഇവിടെ ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ അതെവിടെയാണ് പറഞ്ഞത്? ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീൽ പറഞ്ഞില്ലേ. അവിടുന്ന് ദൃഷ്ട്വാതു പാണ്ഡവാനീകം 1-ാം അധ്യായത്തിലത്തെ ആദ്യ ആരംഭത്തിലെ ശ്ലോകമാണ്. ആ പാണ്ഡവന്മാരുടെ സേനയൊക്കെ ഇങ്ങനെ വന്നുകൂടി നിൽക്കുന്നത് കണ്ടിട്ട് ആചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞില്ലേ. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹദീഞ്ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ വരികൾ ഓർമ്മയില്ലേ 1-ാം അധ്യായത്തിൽ? അവിടുന്ന് തുടങ്ങിയിട്ട് അത്ര ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. അതിപ്പോൾ എവിടെ ഉണ്ടായത്? ഇപ്പം പറഞ്ഞ പദ്യം അർജുനൻ പറഞ്ഞില്ല ഇത്തി ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ എന്ന് പറഞ്ഞില്ലേ. എന്നു വരെയുള്ളതായ ശാസ്ത്രം, ഭഗവത്ഗീതാശാസ്ത്രം എന്താ അതിൻ്റെ ഉദ്ദേശം? അതിനൊന്നും പദാനുപദമായിട്ട് വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ പറയും ഇത്യേതദന്തഃ എന്നിവിടെ അവസാനിക്കുന്നിടത്തോളം ശാസ്ത്രാർത്ഥം എന്തിനാ പറഞ്ഞത്? പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയഃ എന്നാണ്. എന്നുവെച്ചാൽ അർത്ഥം പ്രാണിനാം എന്ന് പറഞ്ഞാലേ പ്രാണി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രാണികളുടെ നമ്മൾ സാധാരണ പ്രാണി എന്നൊക്കെ പറഞ്ഞാൽ വല്ല പാറ്റയും ഗൗളിയൊക്കെയാണ് നമുക്ക് എന്ത് ചെറിയ ചെറിയ പ്രാണികൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രാണി എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. പ്രാണി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രാണഃ അസ്യ അസ്തി ഇതി പ്രാണി, അല്ലെങ്കിൽ പ്രാണാഹ അസ്യ സന്തി ഇതി പ്രാണി. പ്രാണൻ ഉള്ളതാണ് എന്ത്? പ്രാണി. പ്രാണൻ ഉള്ളതിനെ പ്രാണി എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ പ്രാണൻ ഉള്ളവരാണല്ലോ എല്ലാവരും, മനുഷ്യന്മാർ, എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണൻ ഉള്ളതുകൊണ്ട് പ്രാണികളെന്ന് പറഞ്ഞാൽ മനുഷ്യനും ആനയും ഒക്കെ അടക്കം. നമ്മൾ ആനയെക്കുറിച്ച് പറയുമ്പോൾ പ്രാണി എന്ന് പറയും. ഒരു പ്രാണി പോണു അമ്പലത്തേക്ക് എന്ന് പറയൂ? പറയില്ല. ആനയും പ്രാണി തന്നെയാണ്. ചെറിയ വണ്ട് വന്ന് മൂക്കിലേക്ക് കയറിപ്പോയാൽ എന്തോ പ്രാണി പോയി എന്ന് പറയുമ്പോൾ ആന പോയാൽ പറയില്ല. അപ്പം അത് ആ വലിപ്പം നോക്കിയിട്ട് നമ്മൾ വ്യവഹാരത്തിലുണ്ടാവുന്ന ചില ഭേദമാണ്. പക്ഷെ ആനയും പ്രാണിയാണ്. മൂക്കിക്ക് പോയി അറിയാത്ത ആ ചെറിയ ക്ഷുദ്രജീവിയും പ്രാണി തന്നെയാണ്. പ്രാണൻ ഉണ്ടച്ചാൽ അതിനൊക്കെ പ്രാണി എന്ന് പറയും. അപ്പം ഇവിടെ പ്രാണിനാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആനയോ പൂച്ചയോ നായോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജന്തുക്കൾ എന്നല്ല ഉദ്ദേശിച്ചത് മനുഷ്യന്മാരെയാണ്. ഇപ്പം പ്രാണിനാം എന്താണ്? ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവ കാരണം. ഈ മനുഷ്യന്മാർക്കൊക്കെ സാധാരണ ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്ത്? ഈ പറഞ്ഞ ബുദ്ധിമുട്ട്. എന്താ? ശോക മോഹാദി സംസാര ബീജം. ബീജം എന്ന് പറഞ്ഞ വിത്ത് എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഏത് മരത്തിനും ഉണ്ടാവില്ല ഒരു വിത്ത്. ആ വിത്തിനാണ് എന്താ പറയുക? ബീജം എന്നാണ്. സംസ്കൃതത്തിലെ ബീജം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിത്ത് എന്നാണ്. ബീജരോഹണം എന്ന് പറഞ്ഞാൽ വിത്ത് മുളയ്ക്കുക. മണ്ണിൽ കിടക്കണ വിത്ത് നനവ് തട്ടിയിട്ട് മുളച്ച പൊന്തി വരില്ലേ, ചെടിയായിട്ട് വരില്ലേ, അതാണ് ബീജരോഹണം എന്ന് പറയും. അപ്പം ഈ വിത്ത് എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ്? അത് ഈ സംസാര ശോകമോഹാദി സംസാര ബീജം എന്ന് പറഞ്ഞാൽ ശോകവും മോഹവും. ശോകം എന്ന് പറഞ്ഞാൽ അർജുനന് ഇപ്പം ഉണ്ടായത് അതാണ് ശോകം. ശോകം വെച്ചാൽ എന്താ? എൻ്റെ ആളുകളെ ഞാൻ കൊല്ലണൂലോ, കൊല്ലേണ്ടി വരണൂലോ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടൂലോ എന്നുള്ളത് ശോകം. മോഹം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന മോഹമല്ല. ഈ സംസ്കൃതത്തിൽ മോഹം എന്നുള്ള വാക്കിന് മലയാളത്തിലത്തെ മോഹം എന്നുള്ള അർത്ഥമല്ല. ഈ സംസ്കൃതത്തിൽ ചില വാക്കൊന്നും സംസ്കൃതത്തിലെ വാക്ക് തന്നെയാണെന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ അർത്ഥമല്ല പലതിക്കിലും. മലയാളത്തിൽ നമ്മൾ മോഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ കുറേ മോഹിച്ചു, തരായില്ല. കുറേ മോഹിച്ച് തരായതാണ്. എന്നുവെച്ചാൽ എന്താ അർത്ഥം?
എന്താ വാക്കിൻ്റെ അർത്ഥം എന്താ? മലയാളികളല്ലേ നമ്മളെപ്പോഴും പറയാറില്ലേ മോഹിച്ചു തരായില്ല എന്ന്. നല്ലോണം എനിക്ക് മോഹം ഉണ്ടാ തരാവോ ഇഷ്ടമില്ല എന്നൊക്കെ പറയിച്ച എന്താ അർത്ഥം? മോഹിച്ച അർത്ഥം എന്താ? ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ സംസ്കൃതത്തിൽ മോഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നല്ല. മോഹാലസ്യപ്പെട്ട് വീഴില്ലേ നമ്മൾ മലയാളത്തിൽ? വീഴ മിറ്റത്താണ്, എന്നാലും മലയാളത്തിലാണല്ലോ വീഴുക. അങ്ങനെ മോഹാലസ്യപ്പെട്ട് വീണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ട് വീണു പോയതാ, അങ്ങനെ വീണവരൊക്കെ ഉണ്ട്. അതല്ല നമ്മൾ സാധാരണ മോഹാലസ്യപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം. മോഹാലസ്യപ്പെട്ട് വീണു ചെന്തർത്ഥം ബോധം പോയി. അപ്പോൾ ഇയാൾക്ക് എന്തോ കുറച്ച് നേരത്തെ ഒരു ബോധം ഉണ്ടായിരുന്നു എന്നൊരർത്ഥം ഉണ്ടല്ലേ? ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ വീണതിൻ്റെ മുമ്പ് വരെ ഒരു ചെറിയ എന്തോ ഒരു ബോധം ഉണ്ടായിരുന്നു. ആ ബോധം എന്ത് ബോധമാണ്? ശരിയല്ലേ? ആ ബോധം ഞാൻ ഇന്നയാളാണ് എന്നെതിക്കുന്നു, നമുക്കുള്ളിലൊരു ബോധം ഉണ്ടല്ലോ. ആ ബോധം പോയിട്ട് വേറെ ഒരു എന്തോ ഒരു കഥയിൽ വന്നിട്ട് അങ്ങോട്ട് വീണു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ കുറേശ്ശെ മോഹം ശരിയായിട്ട്. പക്ഷെ മലയാളത്തിൽ മോഹമല്ല സംസ്കൃതത്തിലെ മോഹം. സംസ്കൃതത്തിൽ മോഹം എന്ന് പറഞ്ഞ അർത്ഥം തെറ്റിദ്ധാരണ എന്നർത്ഥം. എന്താർത്ഥം? തെറ്റിദ്ധരിക്കണതിന് പറയുന്ന പേരാണ് മോഹം. ഇപ്പം നമ്മൾ സന്ധ്യാസമയത്ത് ഇടവഴിയിൽ ഒരു കയറ് കിടക്കണത് കണ്ടു. സന്ധ്യാസമയത്ത് ഇടവഴിയിലെ കയറിനെ നമ്മൾ ആരായിട്ടാണ് കൂട്ടണത്? പാമ്പായിട്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് കൂട്ടണത് അല്ലേ? അല്ലേ? ചിലർക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടായിരുന്നു. പക്ഷെ എല്ലാവരും മത്സരിച്ച് എന്ത് കൂട്ടുന്നത്? പാമ്പായിട്ടാണ് കൂട്ടുക. ശരിയല്ലേ? ഇതിൻ്റെ പേരാണ് മോഹം. മലയാളത്തിൽ നമുക്ക് ഏതെങ്കിലും കയറ് കണ്ടിട്ട് പാമ്പായിട്ട് തോന്നിയപ്പം വല്ല മോഹം ഉണ്ടായിയോ? ഉള്ള മോഹം, മലയാളത്തിലെ മോഹമൊക്കെ പോയതാ പാമ്പിനെ കണ്ടപ്പോഴേക്ക് തന്നെ. ശരിയല്ലേ? അപ്പം മോഹം എന്നുള്ള വാക്കിന് സംസ്കൃതത്തിലും ഇപ്പം ഇവിടെ ശോകമോഹം. ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെ, ഇപ്പം പറഞ്ഞ വിഷമം. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, അന്തല്യായ. എന്തായിരിക്കും ഈ തെറ്റിദ്ധാരണ? തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അതല്ലാത്തതിനെ അതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് എന്ത്? തെറ്റിദ്ധാരണ. രാമനെ രാമനായിട്ട് മനസ്സിലാക്കിയാൽ തെറ്റിദ്ധാരണയാ? അല്ല, ശരിയായ ധാരണയാണ്. രാമനെ കൃഷ്ണനായിട്ട് മനസ്സിലാക്കിയാൽ തെറ്റിദ്ധാരണയായി. ഇല്ലേ? പൂച്ചയെ പുലിയായിട്ട് മനസ്സിലാക്കിയാൽ തെറ്റിദ്ധാരണയായി. പൂച്ചയെ പൂച്ചയായിട്ട് മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. കയറിനെ കയറായിട്ട് മനസ്സിലാക്കിയാൽ ശരിയായ ധാരണ. കയറിനെ പാമ്പായിട്ട് മനസ്സിലാക്കിയാൽ തെറ്റിദ്ധാരണയാണ്. വലിയ അപകടമാണത്. പാമ്പിനെ കയറായിട്ട് മനസ്സിലാക്കിയാലോ അതിലേറെ വലിയ അപകടമാണ്. എന്താ കാരണം? കയറിനെ പാമ്പായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ദൂരേക്ക് പോവുകയുള്ളൂ. പക്ഷേ പാമ്പിനെ കയറായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. എന്താ കാരണം? പിന്നെ ആസ്പത്രിക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരുമല്ലോ. വ്യത്യാസം മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ പേരാണ് തെറ്റിദ്ധാരണ. അപ്പം ഈ ലോകത്തിൽ ഇങ്ങനത്തെ രണ്ട് വിഷമങ്ങൾ നമ്മളൊക്കെ ഉണ്ട്. ശോകവും ഉണ്ട്, മോഹവും ഉണ്ട്. ഈ ശോകമോഹമാണ് സംസാര ബീജം. ഈ ലോകത്തിൽ നമ്മൾ ഈ ജീവിച്ചു പോണ ലോകത്തിൻ്റെ അടിത്തറ ഇത് രണ്ടാണ്. ഏത്? ഈ ശോകമോഹങ്ങളാണ്. തെറ്റിദ്ധാരണയാണേ. തെറ്റിദ്ധാരണ ചേർത്ത് നമ്മൾ മുഴുവനും തെറ്റിദ്ധാരണയിലാണ്. നിന്ന് പോയിട്ട് അന്തല്ലാണ്ട് ആവാനും നിൽക്കേണ്ട ഒക്കെ തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇല്ലേ? എന്താ തെറ്റിദ്ധാരണ പറഞ്ഞാൽ? നമ്മൾ ഈ കണ്ടതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ടല്ലേ നടക്കണത്. അതൊരു തെറ്റിദ്ധാരണയാണ്. എന്താ കാരണം? സത്യമല്ല എന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ്. വീട് പണിയുമ്പോൾ എങ്ങനെയാണ് പണിയുക? നല്ല ഉറപ്പുള്ള സാധനം ആയിക്കോട്ടെ, കുറേ കാലം ഇരുന്നോട്ടെ, നമ്മളതിൻ്റെ പിറ്റേന്ന് തന്നെ ചിലപ്പം ഇല്ലെങ്കിൽ ആ വീട് വിറ്റിട്ട് വേറെ എവിടേക്കെങ്കിലും പോയി എന്നും വരും. പക്ഷെ പണിയുമ്പം കുറേ നിത്യ. അപ്പം ഇതൊക്കെ എന്നും ഉണ്ടാവും. നമ്മളെപ്പോഴും ഇതൊക്കെ ഈ ഒരു മട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അറിയാം, എന്നാലും ഒരറിയായ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയുടെ മട്ടിലാണ് ലോകം ജീവിച്ചു പോണത്. അതുകൊണ്ട് അവിടെ പറഞ്ഞത് ശോകമോഹാദി സംസാര ബീജം. ബീജഭൂതം, അതിന് കാരണമായിട്ട് ഈ ലോകത്തിലെ വിഷമങ്ങൾക്കൊക്കെ കാരണമായിട്ട് തീരുന്നത് ഇതാണ്. ആ കാരണത്തെ പ്രദർശിപ്പിക്കലാണ് ഇപ്പോൾ ആര് കാണിച്ചത്? ഈ ഒന്നാമത്തെ അധ്യായം തുടങ്ങി ഇവിടെ വരെ. ഇപ്പം എന്താ ഇപ്പോൾ ഒന്നാമത്തെ അധ്യായം തുടങ്ങി ഇതുവരെ കാണിച്ച ഒറ്റ വരിയിൽ ശങ്കര ഭഗവത്പാദർ അതിൻ്റെ ഭാഷ്യം പറഞ്ഞു തീർത്തു. പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂത ദോഷോദ്ഭവ കാരണപ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥ. അത്ര വ്യാഖ്യാനിക്കാനുള്ളത് വിസ്തരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലേ? അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇപ്പോൾ അതിൽ പറയാനില്ല. ഇപ്പോൾ ഒരു അന്തല്യായാണ്. അന്തല്യായെക്കുറിച്ച് നല്ല അന്തല്യായെക്കുറിച്ച് ചെറിയ അന്തല്യായ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അന്തല്യായൊക്കെ അന്തല്യായി തന്നെയാണ് എന്ന് പറഞ്ഞ മാതിരി. അതിൽ ലേശം
ഇടയിൽ വ്യത്യാസം ഉണ്ടാവുമെന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആ അധ്യായം തൊട്ട് ഇത്രയും ഭാഗത്തിൻ്റെ ഒരു കണക്ക് വ്യാഖ്യേയോ ഗ്രന്ഥം ഇങ്ങനെയാണ് വ്യാഖ്യാനി. ഇതൊന്നും ഇപ്പോൾ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുണ്ടാവില്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട, അതൊന്നും എഴുതി വയ്ക്കൊന്നും വേണ്ട. നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ നേരാമണ്ണം പഠിക്കണമല്ലോ. അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒരു ശാസ്ത്ര സമ്പ്രദായത്തിൽ വേണ്ടേ പഠിക്കുക, അതിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കേണ്ടത്, ഇത്രയും ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്നും പറഞ്ഞു. എന്നിട്ട് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം എന്താ ഇപ്പം ഈ ശോകമോഹാദി സംസാര ബീജഭൂതം എന്നൊക്കെ പറഞ്ഞത്? തഥാഹി അതെങ്ങനെയാണെന്നാണെങ്കിൽ ഇപ്പം ഈ ഉണ്ടായ ശോകമോഹങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയുകയാണ്. അർജുനേന രാജ്യ ഗുരുപുത്ര മിത്ര സുഹൃത് സ്വജന സംബന്ധി ബാന്ധവേഷു അഹമേഷാം മമയേതേ ഇത്യേവം ഭ്രാന്തിപ്രത്യയ നിമിത്ത സ്നേഹവിച്ഛേദാദി നിമിത്തൗ ആത്മന ശോകമോഹൗ പ്രദർശിതൗ. പേടിക്കേണ്ട കേട്ടോ, അതൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട, അർത്ഥം പറഞ്ഞുതരാം. അത് ഭാഷ്യത്തിലെ വരികളാണ്, ശങ്കര ഭാഷയാണ്. ഭഗവത്ഗീത നമ്മൾ പഠിക്കുമ്പം നമ്മൾ പ്രമാണമായിട്ട് പഠിക്കേണ്ടത് ഏതാണെന്നറിയൂ? ശങ്കര ഭാഷ്യം, ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യം വെച്ച് പഠിക്കണം. ഓരോ ശാസ്ത്രത്തിനും ഓരോ അങ്ങനെയുണ്ട്, ഒരു വഴിയുണ്ട്. വ്യാകരണം പഠിക്കുമ്പം വ്യാകരണത്തിന് പതഞ്ജലി മഹർഷിയുടെ മഹാഭാഷ്യം പഠിക്കണം. ഈ മീമാംസ പഠിക്കുമ്പം ശബരസ്വാമികളുടെ ശബരഭാഷ്യം പഠിക്കണം. മനസ്സിലായില്ലേ? ഈ യോഗസൂത്രം പഠിക്കുമ്പം അതിന് വ്യാസഭാഷ്യമുണ്ട്. ഓരോന്നിനും ഓരോ വേറെ എന്താ വെച്ചാൽ വായിച്ചോളൂ. പക്ഷേ ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഈ ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കണം. അതാത് ശാസ്ത്രത്തിൻ്റെ ചില വഴികളുണ്ട്. ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്താണ്? പുതിയ ആൾക്കാർക്കുള്ളതാണ്. നമ്മൾ എന്ത് ചക്ക മുറിക്കാൻ പേനക്കത്തി മതിയോ? മതിയോ? പോരാ. വെണ്ടയ്ക്ക മുറിക്കാൻ മഴ വേണോ? വേണ്ട, മുറിക്കാം. പക്ഷെ നമുക്ക് ടൂൾസ് ആൻഡ് ടെക്നിക്സ്, എന്തിനും അതിൻ്റെ ടൂളും അതിന് ടെക്നിക്കും ഉണ്ട്, അത് ഉപകരണം വേണം, അതിന് വിദ്യയുണ്ട്. ശരിയല്ലേ? ഇത് അത്രയേ ഉള്ളൂ. അതാണ്. അതുപോലെയാണ് ഭഗവത്ഗീത കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ പ്രധാന ഭാഷ്യം ഭഗവത്പാദർ ഇവിടെ പറയണേ. അർജുന് ഇപ്പം എന്താ ഉണ്ടായത്? രാജ്യ ഗുരു പുത്ര മിത്ര സുഹൃത്ത് സ്വജന സംബന്ധി ബാന്ധവേഷു. എല്ലാം മനസ്സിലായില്ലേ? ഏതൊക്കെ? ഒന്ന് രാജ്യത്തിനോട്, പിന്നെ ഗുരുനാഥന്മാരെ, പുത്രന്മാർ, തൻ്റെയൊക്കെ അച്ചാനിയൻ്റെയൊക്കെ മക്കളുണ്ടല്ലോ, പുത്രന്മാർ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ. പിന്നെ മിത്രങ്ങൾ പറഞ്ഞാൽ കൂട്ടുകാർ, സുഹൃത്തുക്കൾ പറഞ്ഞാൽ നമുക്കായിട്ട് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമുള്ള കൂട്ടർ, സ്വജനങ്ങൾ പറഞ്ഞാൽ സ്വന്തക്കാർ, സംബന്ധികൾ പറഞ്ഞാൽ വിവാഹം കൊണ്ടൊക്കെ ഉണ്ടായ ബന്ധാണ് സംബന്ധികൾ, ബാന്ധവേഷു ബന്ധുക്കൾ, പക്ഷേ കുടുംബ ബന്ധമൊക്കെയുള്ള കൂട്ടർ. ഇവരിലൊക്കെ അർജുനൻ എന്ത് കണക്കാക്കി? രാജ്യത്തിലും ഗുരുക്കന്മാരിലും ബന്ധുക്കളിലും പുത്രസമാനന്മാരിലും സുഹൃത്തുക്കളായ കൂട്ടരിലും ഒക്കെ അർജുനൻ എന്ത് കണക്കാക്കി? അഹം ഏഷാം. ശ്രദ്ധിച്ച് പഠിക്കണേ. എന്താ പറഞ്ഞത്? അഹം ഏഷാം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ഏഷാം ഇവരുടെ ആളല്ലേ. ആരുടെ ആള്? ഞാനേ ഇവരുടെ ആളാണല്ലോ. അവരുടെ ഈ ഇരിക്കണേ ഭീഷ്മര, ദ്രോണരെ, കൃപരെ, കൃതവർമാവ്, അങ്ങനെയൊക്കെ ഇരിക്കണേ ഗുരുനാഥന്മാരെ, മുത്തശ്ശന്മാരെ, ബന്ധുക്കൾ, ദുര്യോധനാദികളായ സഹോദരന്മാരെ, അമ്മാവന്മാരെ, ശല്യാദികളായ അമ്മാവന്മാരെ, ശകുനിമാമൻ മുതലായിട്ടുള്ള കൂട്ടുരവരൊക്കെ ഉണ്ടല്ലോ. അഹം ഞാൻ ഏഷാം അവരുടെ ആളാണ്. മാത്രമല്ല മമ ഏതേ അവരോ എൻ്റെ ആൾക്കാരാണ്. ഞാനോ ഞാൻ അവരുടെ ആളാണ്. അവരോ എൻ്റെ ആൾക്കാരാണ്. അഹമേഷാം മമ ഏതേ ഇത്യേവം. ഇജാതി സമ്പ്രദായത്തിൽ ആർക്ക്? ഇവരൊക്കെ എൻ്റെ ആൾക്കാരാണ്, ഞാനോ ഇവരുടെ ആളാണ്. ഈ മട്ടിൽ എന്തുണ്ടായി? ഭ്രാന്തി പ്രത്യയ നിമിത്ത സ്നേഹവിച്ഛേദാദി നിമിത്തവും അതുണ്ടായത്. ഭ്രാന്തി ചെന്താ? ഭ്രാന്തി പശു രോഗം കേട്ടിട്ടില്ലേ? ഭ്രാന്തി എന്ന് പറഞ്ഞാൽ, ഈ ഭ്രാന്തി എന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ പ്രാന്തത്തി അങ്ങനെയല്ല കേട്ടോ. ഭ്രാന്തി എന്ന് മലയാളത്തിൽ പറയും. ആ ഭ്രാന്തനും ഭ്രാന്തി അല്ല അത്. ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഈ അന്തല്യായി തെറ്റിദ്ധാരണയ്ക്കാൻ എന്ത് പറയുക? ഭ്രാന്തി. മലയാളത്തിലൊക്കെ പഠിച്ച കൂട്ടർക്ക് സ്മൃതിമാൻ, ഭ്രാന്തിമാൻ, പിന്നെ സസന്ദേഹവുമായിടും. മലയാള ടീച്ചർമാരെന്നെ മനസ്സിലാവും. സ്മൃതിമാൻ, ഭ്രാന്തിമാൻ, പിന്നെ സസന്ദേഹവുമായിടും. എന്നുവെച്ചാൽ ചിലത് കാണുമ്പം സ്മൃതിമാൻ പഴയത് ഓർമ്മ വരും, ഭ്രാന്തിമാൻ അതല്ലേ ഇത് എന്ന് തോന്നും, അത് ഭ്രാന്തി. അതല്ലേ ഇത് എന്ന് തോന്നണതാണ് എന്ത്? ഭ്രാന്തി.
അതാണല്ലോ ഇതെന്നിങ്ങനെ തോന്നിപ്പോകുമ്പം ഭ്രാന്തി എന്നാ പറയുക. സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയമാണ്. സംശയം വേറെയാണ്, ഭ്രാന്തി വേറെയാണ്. സംശയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കിങ്ങനെ ഒരാളെ കാണും, കള്ളനാണോ അത് സംശയമാണ്. ഭ്രാന്തി വെച്ചാൽ അങ്ങനെയല്ല. ഭ്രാന്തി പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇപ്പോൾ ഒരു ആളെ എവിടെന്നെങ്കിലും കണ്ടു, അപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് കണ്ട ആളാണ് ഇയാളെന്ന് അങ്ങോട്ട് ധരിച്ചിട്ട് ആ മുമ്പ് കണ്ട ആളോട് വ്യവഹരിക്കുമ്പോൾ ഇയാളോട് പറഞ്ഞാൽ എന്തായി? അദ്ദേഹം പറയും, എന്താ ഈ ഒറ്റമുട്ടാത്ത വർത്തമാനം പറഞ്ഞു, നമ്മളെത്ര മുമ്പ് പരിചയല്ലേ. നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ നമ്മളെ മുമ്പ് പരിചയപ്പെട്ട ആളാണെന്ന് വിചാരിച്ചിട്ടാണ് ഒരിക്കൽ പോലും കാണാത്ത ആളോട് ആദ്യമായിട്ട് എന്ത് ചെയ്യണത്. അപ്പം അദ്ദേഹത്തിന് വെച്ചാൽ ഇതിൻ്റെ മൂല കൂട്ടാനും പറ്റില്ല. ഇയാൾ എന്താ പറയണമെന്ന് മനസ്സിലാക്കാൻ പൂർവ്വ ബന്ധമില്ലല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ അന്ന് കണ്ട ആൾ തന്നെയാണ് ഇദ്ദേഹം എന്ന് ഉറപ്പിച്ച ഒരാളോട് നമ്മൾ വ്യവഹാരം ചെയ്യുമ്പം അതെന്താണ്? മാറി. അപ്പം നിന്ന് കുറേ കഴിഞ്ഞാൽ മനസ്സിലാവുക, ആള് മാറിയിട്ടു, ആള് മാറി എന്ന് പറയില്ലേ. ആള് മാറി എന്ന് പറയുന്നിടത്തോളം അദ്ദേഹത്തിന് ഭ്രാന്തിയാണ്. മറ്റേതല്ല കേട്ടോ, മറ്റേ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകണം അതല്ല. ഏത് ആളുകൾ വിചാരിക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതാണോ ജീപ്പിൽ കയറ്റിയിട്ട് കയ്യും കാലും കൂട്ടി കെട്ടിയിട്ട്? ഏത് അത് ഭ്രാന്ത്. അത് മലയാളത്തിലെ ഭ്രാന്ത്, ഇത് സംസ്കൃതത്തിലെ ഭ്രാന്തി. ഭ്രാന്തി വെച്ചാൽ തെറ്റിദ്ധാരണയാണത്. അപ്പം അർജുനന് ഇവിടെ എന്താ ഭ്രാന്തി ഉണ്ടായത്? ഞാൻ ഇവരുടെ ആളാണ്, ഇവരെൻ്റെ ആളാണല്ലോ എന്നുള്ള ഭ്രാന്തി. നമുക്കൊക്കെ ഇങ്ങനെയാണ്. എന്താ നമ്മളൊക്കെ എങ്ങനെ വിചാരിക്കും, എന്താ അതൊക്കെ എൻ്റെ ആൾക്കാരാണ്, ഞാൻ വാസ്തവത്തിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അറിയാം ആരുടെ ആളാണെന്ന്. ശരിയല്ലേ? അങ്ങനെയാണ് ലോകത്തിൽ. നമ്മൾ അവരുടെ ആളാണ്, അവർ നമ്മുടെ എൻ്റെ ആൾക്കാരാണ് എന്നൊരു ഈ ഒരു ധാരണയിലാണ് എന്ത് മുമ്പിലേക്ക് പോണത്, ലോകത്തിലെ വിഷയങ്ങൾ മുമ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ യോഗ്യന്മാരായ കൂട്ടരൊക്കെ അങ്ങനെയൊന്നും ഇല്ല, ഇവരൊക്കെ എൻ്റെ കൂട്ടരാണ്, ഞാൻ ഇവരുടെ ആളാണെന്ന് തോന്നില്ല. അതുകൊണ്ട് അവർക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ, രണ്ട് സുഹൃത്തുക്കൾ, രണ്ട് വ്യക്തികൾ തമ്മിൽ സുഹൃത്തുക്കളൊക്കെ ആവണതിൻ്റെ മുമ്പ് കണ്ടാൽ അറിയാത്ത മട്ടിൽ ഇങ്ങനെ നടന്ന് പിന്നെ വലിയ ബന്ധമായി, സുഹൃത്തുക്കളൊക്കെ ആയി. പിന്നെ മറ്റേ ആളുടെ വിഷയങ്ങൾ ആരെ ബാധിക്കാൻ തുടങ്ങി? അയാൾ ഒരു ദിവസം മിണ്ടിയിട്ടില്ലെങ്കിൽ പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കാണുമ്പോൾ ഒരാൾ അങ്ങനെ ഇരുന്നത് എത്രയോ കാലം, പിന്നെ ഒരു ദിവസം കൂട്ടി മുട്ടിയിട്ടാണ് ഏറ്റുമുട്ടി മിണ്ടി തുടങ്ങിയത്. അങ്ങനെ മിണ്ടി എന്തായി? വലിയ ലോഹിയായി. ലോഹി ഇപ്പോൾ വലിയ ലോഹിയാണേ. അങ്ങനെ ലോഹിയായിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം എവിടെന്നോ വെച്ച് കണ്ടപ്പോൾ മിണ്ടിയില്ല. അതോടെ എന്തായി? ആകെ ടെൻഷനായി, വിഷമായി. എന്നിട്ട് നാട്ടുകാരോടൊക്കെ പറയും അയാൾ മിണ്ടി. അപ്പോൾ അയാൾ 2-3 കൊല്ലം തന്നോട് മിണ്ടിയിട്ടില്ലല്ലോ അന്നോ, അതന്നല്ലേ. ഇതിപ്പം വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഈ കണ്ട് പരിചയമായി ആവണതിൻ്റെ മുമ്പുള്ള മിണ്ടായ പോലെയല്ല, ആയിട്ട് പരിചയമായി, ബന്ധമായിട്ട് പിന്നെ മിണ്ടായും കണ്ടാലറിയായും വന്നാൽ എന്തായി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? ആദ്യം അദ്ദേഹം നമ്മളോട് മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചോ, അദ്ദേഹത്തിൻ്റെ ആരുമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ആരുമല്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് അദ്ദേഹം 2-3 കൊല്ലം മിണ്ടാണ്ട നടന്നപ്പോഴും അതൊന്നും നമ്മുടെ കടലാസ് പുസ്തകത്തിലില്ല. എന്ത് മിണ്ടിയില്ല, അലോഹിയായിന്നൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കാലം, ഒരു 6 മാസം മിണ്ടിയും പറഞ്ഞും ഇരുന്നതിൻ്റെ ശേഷം പിന്നെ മിണ്ടാണ്ട വരുമ്പം എന്ത് വന്നു? ദുഃഖം വന്നു. എന്താ കാരണം? പറഞ്ഞോളൂ, എന്താ കാരണം? അഹം ഏഷാം മമ ഏതേ, അയാൾ എൻ്റെ സുഹൃത്താണ്, ഞാൻ അയാളുടെ സുഹൃത്താണ് എന്നുള്ള ഭ്രാന്തി പ്രത്യയം. ഇതാണ് ഭ്രാന്തി പ്രത്യയം. ഇപ്പോൾ പിടി കിട്ടിയോ? എല്ലാം അത്രയേ ഉള്ളൂ. എല്ലാം നമ്മളിപ്പോൾ നാട്ടിൽ കല്യാണം കഴിക്കണില്ലേ, കുട്ടികളെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, ആൺകുട്ടികളെ തന്നെ കല്യാണം കഴിക്കണില്ലേ. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരിക, നമ്മുടെ മകനെ കൊണ്ടുവരികയാണ് കൂട്ടിക്കോളൂ. അപ്പോൾ അതിന് കല്യാണത്തിന് പ്രായമായപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് പല ദിക്കിലും നടന്നു ഇങ്ങനെ ചായ കുടിച്ച് തടിച്ചു എന്നല്ലാതെ എന്തുണ്ടായില്ല. അന്ന് എന്തായാലും നല്ല ചായയൊക്കെ തരിക, പിന്നെ കിട്ടുന്ന ചായയൊക്കെ പോട്ടെ. അന്നത്തെ ദിവസം ഗംഭീരം ചായയല്ലേ ഉണ്ടാവണത്. അതൊക്കെ കഴിച്ച് എല്ലാ ദിക്കുന്നു ആദ്യത്തെ ചായ നല്ല ചായ കിട്ടില്ല. അങ്ങനെ കുടിച്ച് തടിച്ച് കൊഴുത്ത നടക്കണ കാലത്താണ് കുറേ നടന്നപ്പോഴാണ് എന്തുണ്ടായത്? ഒരിക്കൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ കുട്ടിയും കുടുംബമൊക്കെ ഇഷ്ടമായി, ഇങ്ങടൊക്കെ ഇഷ്ടമായി, ബന്ധമൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു, കല്യാണം കഴിച്ചു. പിന്നെ ബന്ധം തീരുമാനിച്ചു, കല്യാണം കഴിച്ചില്ല എന്ന് കൂട്ടിക്കോളൂ. ഇങ്ങടൊക്കെ ആയി, ഇന്ന ദിവസം ആവാം, വിവാഹം ആവാം നോക്കി. അപ്പോഴേക്ക് ആ കുട്ടിയുടെ കുടുംബത്തിൽ എന്തുണ്ടായി? എല്ലാവരോ മരിച്ചു. അപ്പോഴേക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയി, ഇവിടുത്തെ വല്യമ്മ പോയിട്ട് അവിടെ ചെന്നു, ഇങ്ങനെ എന്തിന് ആരാച്ചിട്ടാ ഈ കുട്ടറെ ആരാ മരിച്ചത് തന്നെ നല്ല വകതിരിവില്ല. എന്നിട്ട് തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ആരോ പെറ്റപ്പോൾ അവിടെ നിന്ന് പെട്ടിയൊക്കെ ആയിട്ട് വരുന്നത് എന്തിന്? ആര് ഇവിടെ നമ്മൾ തന്നെ അറിഞ്ഞിട്ടില്ല പെറ്റത്. അവരവിടെ നിന്ന് പെട്ടിയും കൊട്ടയൊക്കെ ആയിട്ട് എന്തിന്? ശരിയല്ലേ?
അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവില്ലേ? എന്താ കാരണം? അപ്പം പറഞ്ഞു എനിക്കൊന്നും ആവശ്യം അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവർ നമ്മുടെ ആൾക്കാർ, നമ്മൾ അവരുടെ. കേട്ടോ, ഭ്രാന്തി പ്രത്യയം. ഇനി ഇതൊന്നും കേട്ടിട്ട് കല്യാണം നേരാമണം നടത്താണ്ടിരിക്കണ്ട കേട്ടോ. പറഞ്ഞതല്ല, ലോകത്തിൽ ഇങ്ങനെയാണല്ലോ വിഷയം എന്നാ പറഞ്ഞത്. ശരിയാവുണ്ടോ പറയണത്? അപ്പോൾ ഇത്രയും കാലം കണ്ടാൽ അറിയാത്ത നമ്മൾ ആ കുടുംബത്തെ പെൺകുട്ടിയെ നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ ഇതിന് 2 മാസം മുമ്പ് അല്ലെങ്കിൽ ഈ അവിടെ ചെന്ന് ഇതിനെ കണ്ട് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കല്യാണത്തിന് തയ്യാറായി നിൽക്കണു എന്നൊക്കെ അറിഞ്ഞ് അതിനെ ചെന്ന് കണ്ട് നമ്മുടെ മകനെ വിവാഹം ഉറപ്പിക്കണത് ആ ദിവസം അല്ലെങ്കിൽ അങ്ങനെ കാണണത് വരെ നമ്മൾക്ക് ഇവരെ ഇനി മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ വഴിയിലോ റോഡിലോ അമ്പലത്തിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾക്ക് അവരായിട്ടൊരു അവിടെ പെറ്റത് നമ്മൾ അറിയില്ല, മരിച്ചത് അറിയില്ല, വയ്യായി അറിയില്ല, അവിടുത്തെ കഷ്ടപ്പാടോ നന്മകളോ സ്നേഹമോ ഒന്നും നമ്മൾ അറിയാറില്ല. അറിഞ്ഞാൽ തന്നെ നമ്മൾ ആവൂല, നമ്മളടുത്ത വണ്ടി കയറി ഓട്ടോറിക്ഷ കയറി പോരല്ലാതെ അവിടെ നമ്മളിത് ബാധിക്കാറില്ല. ഇപ്പം നമ്മളിത് ബാധിച്ചു തുടങ്ങണു. കാരണം എന്താണ്? പറഞ്ഞോളൂ വരി. എന്താ പറഞ്ഞ? അഹമേഷാം മമ ഏതേ. ഈ ബന്ധാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പം അഹമേഷ, അർജുനൻ ഇത്രയും ദിവസം ഇപ്പം യുദ്ധത്തിന് തയ്യാറെടുത്ത് കോപ്പ് കൂട്ടിയിട്ട് ആയുധവും സന്നാഹം ആളും അർത്ഥമൊക്കെ ആയിട്ട് കുരുക്ഷേത്രത്തിൽ വന്നത് അമ്പടിച്ചു കൂടി കൂടാരം കെട്ടി താമസിച്ച് ഇതപ്പം യുദ്ധം തുടങ്ങണമെന്ന് പറഞ്ഞ ദിവസം ഒരുങ്ങിയും ചമിഞ്ഞും ആയുധമൊക്കെ ആയിട്ട് തേരിൽ കയറി തയ്യാറായിട്ട് വരുമ്പം വരെ ഈ വിഷമം ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാണ് നോക്കിയപ്പം അപ്പൂപ്പൻ, മുത്തശ്ശൻ, അമ്മൂമ്മയില്ല, ഒക്കെ ബന്ധുക്കളാണേ. അർജുനൻ എന്ത് തോന്നി? അഹം ഏഷാം, ഞാൻ അവരുടെ ആളാണ്. മമ ഏതേ, അവര് എൻ്റെ ആൾക്കാരാണ്. ഈ തോന്നലുണ്ടായപ്പോൾ എന്തു പോയി? രാവിലെ കൊണ്ടുവന്ന ഇതൊന്നും വേണ്ടാന്നായി. അല്ലാതെ അർജുനന് തലവേദനയും വയ്യായും വന്ന് പ്രഷർ കുറഞ്ഞതോ ലോ പ്രഷർ ഷുഗർ കൂടിയതൊന്നും അല്ലല്ലോ. അങ്ങനെ വല്ല ശാരീരികമായ വല്ല വയ്യായും വന്നിട്ട് തളർന്നു വീണോ പറഞ്ഞാൽ ശരി, സമ്മതിച്ചു. ശാരീരികമായിട്ടൊരു വയ്യായും അർജുനില്ല. അപ്പോൾ ഉണ്ടായതെന്നാണ് ഇതാണ് പറഞ്ഞത്. ഇപ്പം പറഞ്ഞ് മനസ്സിലായോ? ഇതാണ് അടിസ്ഥാനം. അതുകൊണ്ട് അഹമേഷാം മമയേതേ ഇതി എന്ന ഭ്രാന്തി പ്രത്യയം. പ്രത്യയം എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ഈ ഒരു തെറ്റിദ്ധാരണയുടെ വിശ്വാസം ഉണ്ടല്ലോ, അത് കാരണം ഉണ്ടാവണേ. അത് നിമിത്തമായിട്ട് എന്തുണ്ടാവണു? സ്നേഹവിച്ഛേദാദി. സ്നേഹവിച്ഛേദം. ഇപ്പോൾ ഇവരായിട്ട് യുദ്ധം ചെയ്ത് എന്ത് പോവും? സ്നേഹം മുറിയും. എന്ത് മുറിയും? വിച്ഛേദം മുറിയല. സ്നേഹവിച്ഛേദാദി നിമിത്തവും ഇത് കാരണമാക്കിയിട്ടാണ് ആത്മന ശോകമോഹവും. അർജുൻ്റെ ഉള്ളിൽ എന്തുണ്ടായത്? വേദന ഉണ്ടായത്. അത് ആണ് ഇപ്പോൾ ഇവിടെ പ്രദർശിതവും. അത് കാണിച്ചു. ഇപ്പോൾ ഈ ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട് എന്താ കാണിച്ചത്? ഇതാണ് കാണിച്ചത്. ഞാൻ അവരുടെയാണ്, അവരെൻ്റെയാണ് എന്ന ബുദ്ധി കാണിച്ചു. പൊതുവെ ലോകം എങ്ങനെയാണ്? നമ്മളൊക്കെ വിചാരിക്കുകയാണ് ആരുടെയോ ആരൊക്കെയോ ആണെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുക എന്നാണ്. വാസ്തവത്തിൽ ആരും കുടുംബത്ത് പോയിട്ട് കലഹമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടോ. വൈകുന്നേരം ആകുമ്പോൾ ആരുടെയോ ഒന്നും അല്ല എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ തല്ലുകൂടാൻ പറഞ്ഞതല്ല. വാസ്തവത്തിൽ ആരുടെയോ ഒന്നും അല്ല. പക്ഷെ ലൗകികമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസദേവർ പറയും, നമ്മുടെ ഉള്ളിലെപ്പോഴും എന്ത് വെക്കണം? ഒക്കെ അല്ലേ എല്ലാം അങ്ങനെയെന്നൊക്കെ ഭഗവാന്റെയാണ്, ആരുടെ ഒന്നും. പക്ഷെ പുറത്തേക്ക് നമ്മൾ എന്ത് നല്ലോണം കാണിക്കണം? ആസക്തിയോടുകൂടി പെരുമാറുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാവണം എന്നറിയൂ. അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, പണക്കാരൻ്റെ വീട്ടിലെ ദാസിയെ പോലെ കഴിയണം എന്ന് പറയും. പണക്കാരൻ്റെ വീട്ടിലെ പണിക്കാരത്തി ഉണ്ടാവില്ലേ, അതുപോലെ കഴിയണം എന്നാണ് പറയുക. പണക്കാരൻ്റെ വീട്ടിലെ പണിക്കാരത്തിൻ്റെ പ്രത്യേകത